ഹലോ നമസ്കാരം. ഏറ്റവും മികച്ച തൊഴിലവസരങ്ങളുള്ള ഏറ്റവും മികച്ച രീതിയിൽ സമ്പാദിക്കാൻ പറ്റുന്ന നിരവധി രാജ്യങ്ങളും സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു ലൈഫും ലഭിക്കുന്ന ഒരു മേഖല, സ്കോപ്പുള്ളൊരു മേഖല ഏതാണ് സാറേ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾക്ക് പൊതുവേ ഞാൻ മറുപടി നൽകുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ ഒരു മേഖല എന്ന് പറയുന്നത് മറൈൻ മേഖലയിലാണ്. ധാരാളം തൊഴിലവസരങ്ങളുള്ള ഈ മേഖലയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് പോവുക, എങ്ങനെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യേണ്ടത്, വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ് കൃത്യസമയങ്ങളിൽ വരുന്നതാണ്. അതേപോലെ തന്നെ അപേക്ഷിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നൽകുന്നു. തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സമയാസമയങ്ങളിൽ വരുന്നതായതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെൽ ഐക്കൺ അമർത്താനും കൂടി പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ ആ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോൺ വരിക. ഓക്കെ, നമ്മൾ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ മേഖലയിലേക്ക്, അതായത് ഈ മറൈൻ മേഖലയിലേക്ക് കയറി വരാനായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് താല്പര്യം ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ആവുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് അതിന് പഠിക്കേണ്ടതെന്നുള്ളതാണ്, അല്ലെങ്കിൽ അതാവാനാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കേണ്ട ഒരു കോഴ്സ് എന്ന് പറയുന്നത് BSc നോട്ടിക്കൽ സയൻസ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും മികച്ച മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് ചീഫ് എഞ്ചിനീയർ വരെ ആകാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്ന, അല്ലെങ്കിൽ അതിന് എഞ്ചിനീയറായി തുടങ്ങി 4th എഞ്ചിനീയറും അതേപോലെ തന്നെ 3rd, 2nd അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയറായിട്ട് മാറാനുള്ള അതിനുവേണ്ടി പഠിക്കേണ്ട ഒരു കോഴ്സ് എന്ന് പറയുന്നത് BTech മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ 2 കോഴ്സുകളാണുള്ളത്. മറ്റ് അസിസ്റ്റഡ് ആയിട്ടുള്ള ജോലികൾ പലതും ഈ മേഖലയിലുണ്ട്. അതേപ്പറ്റി മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സുകൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ മേഖലയിൽ ഭാരത സർക്കാരിൻ്റെ കീഴിലുള്ള ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് IMU, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. ഈ മാരിടൈം യൂണിവേഴ്സിറ്റി അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഏറ്റവും മികച്ച സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നത് IMU ആണ്. അപ്പോൾ ഈ പ്രവേശനം ലഭിക്കാനായിട്ട്, അപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ഈ സ്ഥാപനങ്ങളിലേക്ക് IMUവിന് 6 സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള കോളേജസും മറ്റ് സൗകര്യങ്ങളും ഉണ്ട് വിവിധ സ്ഥലങ്ങളിലായിട്ട്. നമുക്ക് ബോംബെയിലുണ്ട്, ബോംബെ പോർട്ടിലുണ്ട്, കൊച്ചിയിലുണ്ട്, വിശാഖപട്ടണത്തിലുണ്ട്, അതുപോലെ തന്നെ ചെന്നൈയിലുണ്ട്, കൊൽക്കത്തയിലുണ്ട്. ഇത്രയും ക്യാമ്പസുകളുണ്ട്. ഇതിന് പുറമെ പ്രൈവറ്റായിട്ട് പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 17ഓളം അഫിലിയേറ്റഡ് കോളേജസ് ഉണ്ട്. അപ്പോൾ ഈ കോളേജുകളിലൊക്കെ ഈ കോഴ്സ് പഠിക്കാൻ IMUവുമായി ബന്ധപ്പെട്ടുള്ള ഈ കോളേജുകളിൽ പ്രവേശനം നേടാനായിട്ട് നിർബന്ധമായിട്ടും IMU നടത്തുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. IMU CET, കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം, അത് പാസ്സായിരിക്കണം. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ പ്രവേശനത്തിന് അർഹതയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രൈവറ്റായിട്ട് അഡ്മിഷൻ എടുക്കാനാണെങ്കിലും IMU CET എന്ന് പറയുന്ന ഈ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകം ഓർപ്പിക്കാൻ, ഈ മേഖലയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന മുഴുവൻ ആളുകളും ഈ എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ മറക്കരുത്. ഇത് ഓരോ സമയാസമയങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഈ പ്രവേശനം വഴി, അല്ലെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തേടിയിരിക്കുന്ന ഒരുപാട് അവസരങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ന് കയറ്റുമതിയിൽ വളരെയധികം മുൻപോട്ട് പോയിരിക്കുകയാണ്. മാത്രമല്ല ലോകത്തിൽ ഈ ഒരു ചരക്ക് നീക്കത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു അവസരങ്ങൾ വരികയാണ്. വിവിധ പോർട്ടുകൾ പുതിയതായിട്ട് വരികയാണ്. കണ്ടെയ്നറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം അവസരങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മേഖലയിൽ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരു കരിയർ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കാരണം അവസരങ്ങൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖലയിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മേഖലയെ അറിഞ്ഞ് എടുക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും സ്യൂട്ടബിളായിട്ടുള്ള മേഖലയല്ല മറൈനുമായി ബന്ധപ്പെട്ട മേഖല. ഇതിൻ്റെ തൊഴിൽ ഇടം എന്ന് പറയുന്നത് ഈ ഷിപ്പാണെന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ആ ഒരു കൾച്ചറും ആ ഒരു രീതിയിലേക്കും മനസ്സിന് ഇണങ്ങുന്നവർ മാത്രം പോകാൻ ശ്രമിക്കുക. കേവലം അതിനകത്ത് ഒരുപാട് പണം സമ്പാദിക്കാൻ പറ്റുമെന്ന് കരുതി മാത്രം പോരുത്. അപ്പോൾ ആ മേഖലയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ മേഖലയെപ്പറ്റി അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് മനസ്സിനാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം പോകുക. കാരണം പണത്തിനും ചിലവുണ്ട് പഠിക്കാനായിട്ട്. പക്ഷേ അതിനേക്കാൾ
ഒത്തിരി മടങ്ങ് നിങ്ങൾക്ക് തിരിച്ച് ശമ്പളമായിട്ട് ലഭിക്കുന്നൊരു മേഖലയാണ്. പക്ഷേ അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ പോകാതിരിക്കുക. കൃത്യമായിട്ടുള്ള കരിയർ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായ ഗൈഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാനായിട്ട് കോളേജിലോട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനകത്തേക്ക് പോകണോ വേണോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കോളേജ് ഗുരു നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് ഈ സമയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നതായിരിക്കും. എല്ലാ വിവരങ്ങളും അതാത് സമയത്ത് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.